ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നിങ്ങൾക്ക് തുടർച്ചയായി തുമ്മലുണ്ടോ? എങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രണ്ട് തരത്തിലുള്ള തുമ്മലാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. ഒന്ന് അലർജി കൊണ്ടുള്ള തുമ്മലും, രണ്ടാമത്തേത് സൈനസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടുള്ള തുമ്മലും. അലർജി കൊണ്ടുള്ള തുമ്മലാണെങ്കിൽ പേഷ്യന്റ് പറയുന്നത് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്നും മാറി തണുപ്പ് ഉള്ള ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുകയോ ഡോറ് തുറക്കുകയോ അന്തരീക്ഷത്തിലെ ആ ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്ലോറിലെ തണുപ്പ് കാലിൽ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തുമ്മൽ തുടങ്ങും. അതൊരു 10-15 പ്രാവശ്യം തുടരും. ഇങ്ങനെ രാവിലെ മാത്രം, അതായത് ഒരു 10 മണിയോടുകൂടി അവർ ഓക്കെ ആയി, പിന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത ദിവസമാണ് എഗെയിൻ ഇവർക്ക് തുമ്മൽ വരുന്നത്. ഇങ്ങനെ വരുന്ന തുമ്മലുകൾ ഇതിന്റെ കൂടെ ചിലപ്പോൾ പേഷ്യന്റിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്ഷീണം, ചിലവർക്ക് വിശക്കുന്നു, ചിലവർക്ക് വെള്ളം ദാഹിക്കുന്നു. ഈ 15 തുമ്മലോടുകൂടി അവർ തീരെ ക്ഷീണിച്ചു പോകും. പക്ഷെ എങ്കിലും 10 മണിയോടുകൂടെ, അതായത് വെയിൽ വരുന്നതിനോടുകൂടെ ഇവർക്ക് ബെറ്റർ ആവും. ഇതൊരു തരത്തിലുള്ള അലർജിക് തുമ്മലാണ്. ഏറ്റവും അധികം പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ രാവിലെയുള്ള ഈ തുമ്മല്. അതിന് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ പേഷ്യൻസ് ചെയ്യുന്നത് ഒരു അലർജിയുടെ ടാബ്ലറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതൊരു 24 to 48 hours അവർ ബെറ്റർ ആക്കുന്നു. അതായത് തുമ്മലൊന്നുമില്ല, ജലദോഷമില്ല, ഓക്കെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ തന്നെ വെരി നെക്സ്റ്റ് ഡേ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം തുടങ്ങി വീണ്ടും തുമ്മൽ ആവർത്തിക്കും. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഈസ്നോഫിലും അതേപോലെ തന്നെ ESR അല്ലെങ്കിൽ ബ്ലഡിലെ ഈസ്നോഫിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ IgE അതും പെട്ട് കിടക്കുന്നത് കാണാം. അപ്പൊ ഇതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇതൊരു പെട്ടെന്ന് വന്ന, അതായത് അക്യൂട്ട് കേസ് ആയിട്ട് എടുക്കാതെ ഒരു ക്രോണിക് കേസ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇത് ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കുറച്ച് കാലം, ഇപ്പോൾ മരുന്ന് തുടങ്ങി കുറച്ച് കാലം കൊണ്ട് കുറയ്ക്കുന്ന രീതിയിൽ, അതായത് മരുന്നെടുത്ത് ഉടനെ തന്നെ മാറ്റം വരുന്ന, തീരെ മാറും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറും എന്നല്ല, മരുന്നെടുത്തതിന് ശേഷം അതിന്റെ ഫ്രീക്വൻസി, അതായത് എത്ര പ്രാവശ്യം വരുന്നു എന്നുള്ള ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഫിറ്റ്സ് വന്ന പോലെ അസ്വസ്ഥത. ഫിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉറക്കം വരും, അത്രയും ക്ഷീണിക്കും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, അത്രയും പരവേശം. ആ ഒരു കണ്ടീഷനിലോട്ട് പോവാതെ അതിന്റെ തീവ്രത കുറഞ്ഞ് ഒരു 3 മുതൽ 6 മാസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ആ ഒരു പ്രകൃതം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ആസ്തമ പോലെ അതിലോട്ട് ചേഞ്ച് ചെയ്യുകയും പിന്നെ പഫ് അടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടും മാറുന്നത് കാണാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ, അതായത് പേസിയിൽ നിന്ന് പെട്ടെന്ന് മാറുക, അങ്ങനത്തെ ഫ്ലക്ച്വേഷൻസ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് നമുക്ക് ഈ കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ഈ അലർജി തുമ്മലിന് തന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്. അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഉള്ള ഒരു എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, അതിലിപ്പോൾ മെയിനായിട്ട് പൊടിയാണ്, അതായത് ഇപ്പോൾ പുസ്തകത്തിലെ പൊടി അല്ലെങ്കിൽ തുണികളിലെ പൊടി, എന്തെങ്കിലും പൊടി നമുക്ക് തട്ടിക്കഴിഞ്ഞാലോ തൊട്ട് കഴിഞ്ഞാലോ പെട്ടെന്നുണ്ടാകുന്ന തുമ്മൽ, അത് ഒരു 2 ദിവസം അത് തുടർച്ചയായി പിന്നെ തുമ്മലാണ്. ഇങ്ങനെയുള്ള അറ്റാക്സ്, അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു തണുത്ത വാട്ടർമെലോൺ കഴിച്ചു, അന്ന് തുടങ്ങി തുമ്മലാണ്. പിന്നെ ഒരു 2 ദിവസം വരെ പേഷ്യന്റ് ഭയങ്കര ജലദോഷം, ക്ഷീണം, അസ്വസ്ഥത. അത് 2 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഇതേപോലെ വീക്ക്ലിയോ മന്ത്ലി റിപ്പീറ്റേഷൻ ഉള്ളവരുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ അറ്റാക്സ് നമുക്ക് വരും. അതായത് ഈ അസ്വസ്ഥത, അതായത് ഈ അലർജിക് തുമ്മൽ തന്നെയാണിത്, പക്ഷെ അത് സാധനങ്ങളോടാണെന്ന് മാത്രം. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടായിരുന്നു, ഇത് സാധനങ്ങളോടാണ്. ഇപ്പൊ ഈ സാധനങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാണ്, പിന്നെ കാരണം കൊണ്ട്, ഇപ്പൊ പാല് കൊണ്ടാണ് അല്ലെങ്കിൽ തണുത്ത ഫ്രൂട്ടാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു പരിധി വരെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളോട് ഒഴിവാക്കാൻ നിർദ്ദേശിക്കാം. പക്ഷെ എന്നിരുന്നാലും മരുന്ന് നിർബന്ധമായും കഴിക്കുകയാണ് നല്ലത്. കാരണം എനിക്കൊരു കേസ് വന്നത് ഇങ്ങനെയാണ്. ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഒഴിവാക്കി അവസാനം അരിപ്പൊടിയോട് വരെ, അതായത് മാറി വരാം. അപ്പോൾ അരിപ്പൊടിയോട് വരെ ബുദ്ധിമുട്ടുള്ള അലർജി കണ്ടീഷൻ വരുന്ന ഒരു കേസ് എൻ്റെ വന്നിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രകൃതി അനുസരിച്ചുള്ള മരുന്ന് കൊടുത്തിട്ട് ബെറ്റർ ആക്കി ഒരു കുറച്ചു കാലം, ഒരു 3 മുതൽ 6 മാസക്കാലം കൊണ്ട് തന്നെ ആ കേസ് ബെറ്ററായി പോകുന്നത് കണ്ടിട്ടുണ്ട്.
പിന്നെ ഉള്ളത് ഇതേപോലെ തന്നെ രണ്ടാമത്തെ തരത്തിലുള്ളതാണ് സൈനസിന്റെ ഇൻഫെക്ഷൻ. അതിന് നമുക്ക് ബ്ലഡിൽ CRP, അതേപോലെ ടോട്ടൽ ബ്ലഡ് കൗണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യണം. എക്സ്റേ ഉണ്ട് സൈനസിന്റെ, എന്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ സൈനസിന്റെ ബുദ്ധിമുട്ടുള്ളവർ പറയുന്നത് ലക്ഷണങ്ങൾ ഇങ്ങനെയാണ്. അതായത് വരുമ്പോൾ പറയുന്നത് ഒരു 2 മാസം മുന്നേ നല്ല രീതിയിൽ ഒരു കഫക്കെട്ടും ചുമയും ജലദോഷവും എല്ലാം വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ മരുന്നുകൾ എടുത്തപ്പോൾ ബെറ്റർ ആയതിനു ശേഷം ഈ പറഞ്ഞ പോലെ തലക്കനം, തലയിലെ ഹെവിനെസ്, അസ്വസ്ഥതകളും അതേപോലെ തന്നെ തുമ്മലും അങ്ങ് നിന്നു. അത് മാത്രം പോവാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. 2 മാസമായിട്ട് ഈ പേഷ്യന്റ് ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ, അതായത് നമുക്ക് തുമ്മലുണ്ട്, തുമ്മലിന്റെ കൂടെ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്തും വരാം. പക്ഷെ ഒപ്പം നമുക്ക് എന്താണ്, തലയ്ക്ക് ഒരു ഡിസീനസും, അസ്വസ്ഥത, ചില സമയത്ത് തലവേദന, ഇങ്ങനത്തെ കേസസ് ഒക്കെ നമുക്ക് സൈനസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ആ തുമ്മൽ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതിന് അപ്പൊ ഒരു കേസ് വന്നത് ഇങ്ങനെയാണ്. അവര് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര തലയ്ക്ക് ഹെവിനെസ് ആണ്, പിന്നെ അതേപോലെ നല്ല തുമ്മലും. അപ്പൊ അതിന് നമ്മൾ മരുന്ന് കൊടുത്തപ്പോൾ നെക്സ്റ്റ് ഡേ മുതൽ ഭയങ്കരമായിട്ടുള്ള മൂക്കൊലിപ്പ് തുടങ്ങി. പച്ച, മഞ്ഞ, പല കളറിലാണ് മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. പേഷ്യന്റ് വിളിച്ച് ചോദിച്ച് എന്ത് പറ്റും, എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യും. പക്ഷെ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ശരീരത്തിൽ സൈനസുകളിൽ നിറച്ചിങ്ങനെ കഫം കെട്ടി നിൽക്കുകയാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഈ കഫം നല്ല രീതിയിൽ എന്താ പറയുക ഒഴിഞ്ഞു പോവാൻ, അതായത് പോകാനായിട്ട് നമുക്ക് ആവി പിടിക്കാം. ആവി പിടിക്കുമ്പോൾ നമുക്ക് ഈ സൈനസ് എല്ലാം കഫമൊക്കെ ഇറങ്ങി ഒന്നിലൂടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ അത് പോകുന്നത് കാണാം. അപ്പൊ ആവി പിടിക്കുന്നത്, പിന്നെ മൂക്കിലെ ഡ്രൈനസ് കുറയ്ക്കാനും ആവി പിടിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ സൈനസ് ഉള്ള തരത്തിലുള്ള തുമ്മലുള്ള പേഷ്യൻസിനെ നമുക്ക് ആവി പിടിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ട് ഈ മുഴുവനായിട്ടും ഈ പറഞ്ഞ പോലെ ഈ സൈനസിന്റെ ഇത് തന്നെയാണ് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു അസ്വസ്ഥത തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇതിന്റെ അറ്റാക്സ്, ഈ സൈനസിന്റെ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതും നമ്മളൊരു പെട്ടെന്നുള്ള അസുഖമായിട്ട് കണക്കാക്കുന്നില്ല. ആക്ച്വലി അത് ഈ പറഞ്ഞ പോലെ തുടർച്ചയായി മരുന്ന് കഴിച്ചിട്ട് ബെറ്റർ ആക്കുകയാണ് വേണ്ടത്. തുടർച്ചയായി മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി, വരുന്നതിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അത് വരുമ്പോൾ ഉള്ള ശക്തി, ഭയങ്കര ശക്തിയിലുള്ള തലവേദന, ഭയങ്കര ശക്തിയിലുള്ള തുമ്മൽ, അത് കുറഞ്ഞ് പറ്റുന്ന രീതിയിൽ കുറഞ്ഞ് പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം നമ്മൾ മരുന്ന് അത് തുടർച്ചയായി കഴിക്കുമ്പോൾ ആ പ്രകൃതം ചേഞ്ച് ആയി ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും. അപ്പൊ ഇത് 2 കാര്യത്തിനും നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ ഒരു കഫം കെട്ടി നിൽക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ലതാണ്. ഇങ്ങനത്തെ അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ C അടങ്ങുന്ന ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളിലായിട്ടോ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.